എന്റെ സ്റ്റുഡന്റ് മാളവികയുടെ 3 മാസത്തെ ട്യൂഷൻ ഫീസ് നിന്റെ കൊണ്ട് തന്നിരുന്നോ അവള്? അയ്യോ, അത് പിന്നെ ഞാനത് പറയാൻ മറന്നുപോയി. കാശന്റെ കിട്ടിയതാ. മറക്കും മറക്കും. എനിക്കറിയാം എന്താ നിന്റെ മനസ്സിലിരിപ്പെന്ന്. ഒരാഴ്ച ആയില്ലേ ആ കാശ് കൊണ്ട് തന്നിട്ട്? ഒരു വാക്കെങ്കിലും കിട്ടിയെന്ന് പറയായിരുന്നല്ലോ. എങ്കിൽ ചോദിച്ചെന്ന് ഞാൻ നാണം കെടുവായിരുന്നു അവിടെ. അയ്യോ, ഞാൻ മറന്നുപോയതാ. സത്യമായിട്ട് ഞാനത് മറന്നുപോയതാ വിമല. സോറി, നീ അത് ക്ഷമിക്ക്. ഞാൻ ഉടനെ അത് എടുത്തു തരാം. ഹേ കള്ളം, നീ മറന്നതല്ല, മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാം. കുറച്ച് കാശ് കണ്ടപ്പോ എത്ര കിട്ടിയാലും മതിയാവില്ല. വിമല മതി. നീ എന്ത് വർത്തമാനേ പറയുന്നേ? അമ്മ മിണ്ടരുത്. വിനേട്ടന്റെ ടെക്സ്റ്റൈൽസിലെ കാശ് ഇവളല്ലേ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്? ആരെങ്കിലും ആ കണക്ക് ചോദിക്കുന്നുണ്ടോ അവിടെ? ഇല്ല. ഏട്ടന്റെ കടം വീട്ടാൻ 70 ലക്ഷം കൊട്ടയ്ക്ക് വാരിക്കൊടുത്തത് വിസ്മയല്ലേ? അവളോടെങ്കിലും ഈ കണക്ക് പറയുന്നുണ്ടോ ഈ രോഹിണി? ഇല്ലല്ലോ. അത് ശരിയാ, ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ. അത് ടെക്സ്റ്റൈൽസിലെ കാശിന് ഞാനും കൂടി അവകാശിയാ. എന്റെ ഫീസും കാര്യങ്ങളും വിനേടനല്ലേ നോക്കിയിരുന്നത്. ഇനി ഞാൻ ആരോട് ചോദിക്കും? എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ അവിടെ നിന്നുള്ള കാശ് കിട്ടിയേ പറ്റൂ. എന്ത് വർത്തമാനാ ഇതൊക്കെ? നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ഇതിന്റെയൊക്കെ ഒരു അർത്ഥം? ചോദിക്കാതെ എങ്ങനെയാ മുത്തശ്ശ പറ്റുന്നേ? ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയി ഇത്തിരി പോന്ന പിള്ളേരോട് വായിട്ടലച്ച് നുള്ളിപ്പെറുക്കി ഉണ്ടാക്കി എടുക്കുന്ന കാശാ ആ ട്യൂഷൻ ഫീസ്. അതിന്നല്ലേ ഞാൻ കറണ്ട് ബില്ലും കേബിൾ ചാർജും എല്ലാം അടയ്ക്കാറ്. മാസാമാസം ഗ്യാസിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ അതും ബുക്ക് ചെയ്യുന്ന ഞാനല്ലേ. ആ കാശ ഈ മറവിയുടെ പേരിൽ രോഹിണി വാങ്ങിച്ചെടുത്ത് മുക്കിയത്. ഏതായാലും ഇനിയെങ്കിലും ഏട്ടത്തി ടെക്സ്റ്റൈൽസിലെ കണക്ക് ഇവിടെ പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്കും അതൊക്കെ അറിയണമെന്നുണ്ട്. കറക്റ്റ്, എനിക്കും അറിയണം ആ കണക്കൊക്കെ. വിസ്മയ്ക്ക് എവിടെ തിരിഞ്ഞു നോക്കാൻ നേരില്ലാന്ന് വെച്ചാലും വേറെ ആരും ഇല്ലാന്ന് കരുതരുത്. ഇപ്പൊ പോരാത്തതിന് ആ കൂട്ടുകാരി തമിഴെത്തിയ മാനേജറാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്തിനാണെന്ന് അറിഞ്ഞേ പറ്റൂ. ശരി, വിസ്മയ പരീക്ഷ കഴിഞ്ഞ് വരട്ടെ. അക്കൗണ്ടന്റിനെ വിളിച്ചു വരുത്തി ഞാൻ കണക്കൊക്കെ നിങ്ങളെ ബോധിപ്പിക്കാം. അതിന് ചേച്ചിയെ ആ തമിഴത്തെ കൂട്ടിയല്ലേ പഠിക്കാൻ വിട്ടത്. അതിന്റെ പിന്നിൽ ഇനി എന്താണാവോ ഉദ്ദേശം? വീണേ, അകത്ത് കിടക്കുന്ന വിനയേട്ടനേക്കാൾ വലിയ ലാഭവും നഷ്ടമൊന്നും എനിക്കില്ല മോളെ. ഏട്ടത്തേക്ക് നിങ്ങളുടെ ഒന്നും കാശും പണോ ഒന്നും വേണ്ട. അതിനല്ല ഇവിടെ കയറി വന്നതും. ഇനിയെങ്കിലും ഇങ്ങനെ നെഞ്ചിൽ കുത്തുന്ന വർത്താനൊന്നും പറയരുത്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കണക്ക് ചോദിക്കല്. അപ്പോഴേ മുത്തശ്ശ, നിങ്ങൾക്ക് പറയാനുണ്ടാവില്ലേ നുള്ളിപ്പെറുക്കി ഇവർക്ക് വേണ്ടി ചെലവാക്കി എന്റെ കണക്ക്? 10-60 വയസ്സുവരെ വാദ്യാരായി ശമ്പളം വാങ്ങിയതിന്റെയും 10-15 വർഷം പെൻഷൻ വാങ്ങി ചെലവഴിച്ചതിന്റെയും കണക്ക് മാഷങ്ങ് പറയും. എല്ലാവർക്കും കൂടി ഒരു കണക്ക് യുദ്ധം ആവട്ടെ ഇവിടെ. ഭാഗി, പുതുതലമുറയ്ക്കൊക്കെ എല്ലാത്തിനും കണക്കുണ്ട്. അവരത് നന്നായി സൂക്ഷിക്കുന്നുമുണ്ട്. ഒരു കണക്കും സൂക്ഷിക്കാത്തത് നമ്മളാ. കയ്യിലിട്ട് താരാട്ട് പാടി തൊട്ടിലിട്ട് ആട്ടി മുട്ടുകുത്തി മോണയും കാട്ടി ചിരിക്കുന്നിടത്ത് നിന്ന് കൈചൂണ്ടി കണക്ക് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചപ്പോ അത് കണ്ട് സന്തോഷിക്കുന്നതിന് പകരം നമ്മളും കണക്കെഴുതണമായിരുന്നു. അത് മറന്നുപോയി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.